दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഇതാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായാണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദേശമംഗലം ഗ്രാമവും നഗരവുമായി ബന്ധപ്പെടാനുള്ള ഏക റോഡ് മാർഗമാണ് പുഞ്ചിരി ബസ്. ഈ പുഞ്ചിരി ബസ് പണിക്കാണെന്നും പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കെട്ടിയിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ആ ബസ് ശരിയാക്കാത്ത അതിന്റെ മുതലാളിയായ മിസ്റ്റർ വർക്ക് കാണിക്കുന്ന അലംഭാവമാണ് നമ്മളെ നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതിനെതിരെ വർക്ക് മുതലാളിയുടെ വീടിന് മുന്നിൽ ബസ് യാത്ര പുനരാരംഭിക്കുന്നവരെ സത്യാഗ്രഹം ഇരിക്കാൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച വിവരം നാട്ടുകാരെ അറിയിച്ചിരിക്കുകയാണ്. ബസ് മുതലാളി വർക്കിയുടെ നിഷ്ഠൂരവും പൈശാചികവുമായ LLB ഒന്നും പഠിക്കണ്ട, നാക്കൊന്നും പഠിച്ചാൽ മതി. കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞോളാം. ധ്രുവീകരണത്തിനെതിരെയാണ് നമ്മുടെ ഈ സമരം. എന്തൊട്ട് ദുഷ്ടധ്രുവീകരണം? നമ്മളെന്തിനാ അതൊക്കെ നോക്കണം? 250 രൂപയും വൈകിട്ട് ഡിങ്കി ഡിങ്കിയും കിട്ടും, അതുപോലെ. ഈ മുതലാളിയുടെ കപട സദാചാരത്തിനെതിരെയും ആഗോളവൽക്കരണത്തിനെതിരെയുമാണ് നമ്മുടെ ഈ സമരം. നിങ്ങൾക്കറിയാമോ? എനിക്കറിയാൻ പാടില്ല, ഞാൻ അവിടെ ഉണ്ടായില്ല. അതാ എനിക്കറിയാം, ഞാൻ പറഞ്ഞോളാം. 1950 മഹാത്മാഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉപ്പ് സത്യാഗ്രഹം നടത്തുകയുണ്ടായി. കൊണത്താപ്പിള്ളി, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ? ഇന്നലെ രാത്രി ഉറക്കൊളച്ച് പഠിച്ചത് എവിടെയെങ്കിലും വെച്ച് കീച്ചണ്ടേ? കീച്ചുവിട്ട് അടിച്ചോ? മിണ്ടല്ലേ, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉപ്പുണ്ടാക്കിയ കഥ. ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം സംഭാവനയുടെ കാര്യം പറയാം. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. അതായിരിക്കും നല്ലത്. അപ്പോൾ അത്തരത്തിൽ ആ കിരാതനായ മുതലാളിക്കെതിരെയുള്ള ഈ ജനകീയ സമരം നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ശേഖരപിള്ള ചേട്ടനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചു. ഹലോ സരളേ, അല്ല, ഞാൻ ഈ സരളയുടെ വീട്ടിൽ പോയി മുട്ടുന്നതായിട്ട് തോന്നി, അതുകൊണ്ടാ. 24 മണിക്കൂർ വലിവാണ്, എന്നിട്ട് മുട്ടല്ലൊരു കുറവില്ല. നീ കൊള്ളാലോടാ. ഞാനാ ടൈപ്പല്ല. പ്രിയമുള്ള നാട്ടുകാരെ, ഞങ്ങൾ സമരം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഓക്കെ, എന്നാ നമസ്കാരം. എടാ, ചില സമയത്ത് ചില അവസരങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. അതെന്താന്ന് പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ സമരം സംഘടിപ്പിച്ചില്ലേ? ഓ, അതൊക്കെ ഉണ്ട്. ഇത് നിരാഹാര സമരമാണെന്ന് ഞാനിപ്പോ അവിടെ പ്രഖ്യാപിച്ചോ? അത് ഞാൻ കേട്ടല്ലോ. നിരാഹാരം കിടക്കാനുള്ള സുവർണ അവസരം ലഭിച്ചിരിക്കുന്നതേ നിനക്കാണ്. ഒരു ദിവസം പട്ടിണി, നിരാഹാരം, അതിവിടെ ഒരു നേരം ഇവിടെ ഭക്ഷണം കിട്ടില്ലെങ്കിലേ ഞാൻ പ്രാന്തി പിടിച്ച് ചാവും. അപ്പോഴാണ് നിരാഹാരം കിടക്കാൻ പോണ, പട്ടിണി കിടക്കാൻ പോണേ. എനിക്കങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ കൊക്കോപ്പൂവിന്റെ അസുഖമുള്ള, കൊക്കോപ്പൂവിന് ഭക്ഷണം കിട്ടില്ലെങ്കിലേ പെണുങ്ങും. നിനക്ക് നേതാവാകാം. അയ്യടാ, എനിക്കങ്ങനെ പട്ടിണി എടുത്ത് നേതാവൊന്നാവണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പാർട്ടിയിൽ എത്ര പേരെ പട്ടിണി എടുത്ത് നേതാവായക്കണേ. ഒന്ന് പോകണം തപിള്ളിയോടൊന്ന്. എടാ, ഹൈക്കമാൻഡ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം, അതാണ് പാർട്ടിയുടെ ചട്ടം. എന്നൊരു കാര്യം ചെയ്യ്, ഹൈക്കമാൻഡിനോട് പോയി പട്ടിണി എടുക്കാൻ പറ. നേതാവല്ലേ സമരം പ്രഖ്യാപിച്ചേ, അപ്പൊ നേതാവ് പട്ടിണി എടുക്കുന്ന അത് പറഞ്ഞപ്പോ ഭൂമി പളർന്നു പോണ എക്സ്പ്രഷൻ ആണല്ലോ. ഞങ്ങളൊക്കെ നേതാവല്ലേ? നേതാവ് കിടന്നാലെന്താ നീർക്കൊലിപ്പാൻ പഠിക്കൂ? ഞാൻ ഒരുപാട് കിടന്നിട്ടുള്ളതാ. നേതാവ് ഒരുപാട് തവണ കിടന്ന കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതെവിടെയാണെന്നും ആരുടെയൊക്കെ കൂടെയാണെന്ന്. കോംപ്രമൈസ്. നീ സത്യാഗ്രഹം കിടക്കണ്ട, പകരം വേറെ ആളെ നോക്കാം. പിന്നെ ഇന്നു മുതൽ ഞാൻ എവിടെ കിടക്കുന്നു നീ നോക്കണ്ട. നീ പോയി ആ ശേഖരപിള്ളയെ വിളിച്ചിട്ട് വാ. ചെല്ലി, ഇവനെ കിടത്തിയെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. വരുന്നുണ്ട്. ഹലോ
അതെ, നമ്മളെ ശേഖരപിള്ള ചേട്ടനോട്. അല്ല, ശേഖരപിള്ള സാറിന് അങ്ങനെ സ്ഥാനമാനങ്ങളോട് താല്പര്യമുള്ള ആളല്ലെന്ന് അറിയാലോ. എങ്കിലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു നോക്കാം. ആരടാ ഉണത്താപ്പള്ളി? ശേഖരപിള്ള സാറിന്റെ കാര്യം ഞാനീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആരടാ? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയോ? ചേട്ടൻ കേട്ടില്ലേ ഞാൻ സംസാരിക്കുന്നത്? അത് ഞാൻ കേട്ടു. പക്ഷെ ഈ രാഹുൽ ഗാന്ധി എന്നാടാ മലയാളം പഠിച്ചേ? അല്ല, നീ അങ്ങോട്ട് സംസാരിച്ചത് മലയാളത്തിലല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ സംസാരിച്ചത് മലയാളത്തിലാ, പക്ഷെ അവിടെ കേൾക്കുന്നത് ഹിന്ദിയിലാ. അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി പാർട്ടി തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷൻ. അത് വിട്. രാഹുൽ ഗാന്ധി വിളിച്ച കാര്യം ഞാൻ പറയാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ശേഖരപിള്ള ചേട്ടനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്ന കാര്യമായി ഈ പറഞ്ഞത്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിന്നിട്ട് വേണം എന്റെ കാല് വേനെടുക്കാൻ. അത് മാത്രമല്ലടാവേ, ഇവിടെ ഉള്ളവരൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ആൾക്കാരാണെന്നേ. എന്ന് ആര് പറഞ്ഞു? അപ്പുറത്തെ വീട്ടിലെ പെണ്ണെ ഞാനൊന്ന് കൈപൊക്കി കാണിച്ചു. അപ്പൊ തന്നെ അവൾ അവിടെ നിന്ന് ചൂല് പൊക്കി കാണിച്ചേക്കണ്. അതൊന്നുമല്ല, സ്ഥാനാർത്ഥിയായിട്ട് ശേഖരപിള്ള ചേട്ടനെ നിർത്തുന്ന കാര്യമാ. ഓ അങ്ങനെ. അതെന്നാടാ, നിന്നെ പാർട്ടിക്കാരൊക്കെ ചത്തുപോയോ? അതുകൊണ്ടല്ല, ഈ വിജയസാധ്യത നോക്കിയാണല്ലോ. മനസ്സിലായി. അതുകൊണ്ട് അതിന്റെ മുന്നോടിയായി ഈ സമരപ്പന്തലിൽ നമ്മുടെ ശേഖരപിള്ള ചേട്ടൻ സത്യാഗ്രഹം കിടക്കുന്നു. എന്നിട്ട് വേണം ഈ വയസ്സാങ്കാലത്ത് ഞാൻ വഴി കിടന്ന് ചാവാൻ. നിന്റെ അപ്പനെ വിളിച്ചു കിടത്തറ. നീ ഡൽഹി വഴി കറങ്ങി തിരിഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നീ 8ന്റെ പണിയായിട്ടാ വരണേന്ന്. മോനെ, നിന്റെ ആ പരിപ്പുണ്ടല്ലോ ശേഖരപിള്ള ചേട്ടന്റെ ഈ കലത്തിൽ വേവൂല. കലമൊന്ന് മാറ്റി നോക്കിയാലോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പുഞ്ചിരി ബസ് ഇല്ലാത്ത കാരണം പെൻഷൻ ഓഫീസിൽ സമയത്തിന് പോകാനും പറ്റില്ല. ഈ സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പുഞ്ചിരി ബസ് ഇറങ്ങുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവൻ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുവാണോടാ? ചവിട്ടി നിന്റെ ഹൈക്കമാൻഡ് ഞാൻ കലക്ക ഞാൻ. അവന്റെ ഹൈക്കമാൻഡ്. അതെ, നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി ശേഖരപിള്ള ചേട്ടന് മനസ്സിലായില്ല. അത് മനസ്സിലായതുകൊണ്ടാണ് അയാളെന്തോ ചവിട്ടി കലക്കുന്ന് പറഞ്ഞത്. ചമ്മിപ്പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നേ. ഞാനൊരു ഐഡിയ പറയട്ടെ. പറ. നമ്മൾ മലയാളികൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതും ചെയ്യാൻ മടിയുള്ള പണി നമ്മൾ ആരേൽപ്പിക്കും? ബംഗാളികളെ. എന്നൊരു കാര്യം നമുക്ക് അവർ വിളിക്കാം. എടാ ദാസ, നിന്റെ ഒരു ബുദ്ധി. ആരെ വിളിക്കും? ആരെ വിളിക്കുന്ന ആ സാധനത്തിനാണ് നമ്മുടെ നാട്ടിൽ കുറവ്. ഇഷ്ടം പോലെ ഇല്ല ഇവിടെ ബംഗാളികള്. നേതാവിനറിയാമോ നമ്മുടെ ഈ രാജ്യത്ത് ബംഗാളില്ലാത്ത സംസ്ഥാനം എന്നറിയാമോ? അത് എനിക്കറിയില്ല. ബംഗാള്. അവിടെ ഉള്ളവരൊക്കെ കേരളത്തിലല്ലേ? അത് കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിന്റെ കട നിൽക്കണ ബംഗാളിനെ വിളിച്ചാലോ? വിളിച്ചോ. വൈകുന്നേരം ഒരു 5 പൊറോട്ടയും 2 കൊക്കോളയും മേടിച്ചു കൊടുത്താൽ മതി. അവൻ പട്ടിയെ പോലെ പണിയെടുത്തോളൂ. എന്നാ പിന്നെ വിളി. ഓ, ഇരിക്കട്ടെ, ഇരിപ്പ് കണ്ടില്ലേ? അന്നേ ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞതാ ഇങ്ങനെ ഒരു സാധനത്തിന് എന്റെ തലയിൽ കെട്ടി വെക്കല്ലേ എന്ന്. അപ്പനത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സമാനത്തോട് ജീവിക്കാമായിരുന്നു. എന്താ പറഞ്ഞത്? എന്റെ ക്ലാരമ്മ വണ്ടി കേടായിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അത് നന്നാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. അതിന് നീ എന്നെ വെറുതെ. ആഹാ, അതൊരു നിസ്സാര കാര്യമാണോ? എനിക്ക് എന്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പരിപാടിയല്ലേ ഇത്? ദേ, ഇപ്പൊ പഠിക്കല് സമരവും സത്യാഗ്രഹവും. ഇയാൾ എന്റെ അപ്പന്റെ പേര് മുഴുവൻ ചീത്തയാക്കും. പിന്നെ തേങ്ങക്കള്ളം മത്തയുടെ പേര് ഇനി ഞാനായിട്ട് തീത്തേക്കാനാ? എന്താ പറഞ്ഞത്? നിന്റെ അപ്പം തേങ്ങക്കള്ളം മത്തായി തേങ്ങ വോട്ട് ചെയ്ത് നാട്ടുകാർ കെട്ടിയിട്ട് തന്നെ ഈത്തപ്പേരെ ഇനി ഞാനായിട്ട് തീത്തേക്കാനാണെന്ന്. എന്തേ കാര്യം എന്റെ അപ്പനെ തേങ്ങാ മോഷ്ടിച്ചതിന് പിടിച്ചിട്ടുണ്ട്, അത് പണ്ട്. പക്ഷെ തേങ്ങാക്കള്ളിന്റെ മോളായിട്ടില്ലല്ലോ എന്നെ നിങ്ങക്ക് കെട്ടിച്ചെന്നത്. എന്റെ അപ്പനെ വളരെ കഷ്ടപ്പെട്ട് ദുബായി പോയി കാശുണ്ടാക്കി ഇവിടെ വന്ന് കുറെ ബസ് വാങ്ങി. അന്നത്തെ 30 പവൻ, അന്നത്തെ 2 ലക്ഷം രൂപയെ ബസ്സും തന്നല്ലേ എന്നെ നിങ്ങക്ക് കെട്ടിച്ചെന്നത്. എന്നിട്ട് എന്റെ അപ്പന് പറയണോ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല? നീ പോടി. പക്ഷെ നീ പോകണ്ടല്ല, നിന്റെ തടിയ മോനെ കൂടി കൊണ്ടുപോക്കോ. അയ്യോ, അപ്പൊ സ്വന്തം മോളടി. അതുകൊണ്ടല്ലേ ഞാൻ ബാംഗ്ലൂർ നിർത്തി പഠിപ്പിക്കണത്. ആണോ? മകളെ ഞാൻ കൊണ്ടുവന്നതല്ല, അത് ഇവിടെ വന്നപ്പോ ഉണ്ടായതാ. അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ പോവും. ഇയാളുടെ കൂടെ എനിക്കും അടുത്തടി. നീ പോകും പറഞ്ഞ പേടിപ്പിക്കല്ലേ? ഇറങ്ങി പോടി. ആഹാ, ഞാൻ ഇപ്പൊ ഇറങ്ങി പോടി. എന്നെ പേടിപ്പിക്കാൻ നടക്കണം. ഈ ആഴ്ചയെങ്കിലും വണ്ടി ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതെന്തത്? മുതലാളി ആരെങ്കിലും ഗർഭിണിയാക്കിയ? അതെന്താ? അല്ല, അപ്പോഴാണല്ലോ ഗേറ്റിന് മുമ്പിൽ കൊടിയും പിടിച്ച് ഇതുപോലെ ഇരിക്കണം. ഇതൊന്നുമല്ല. ശരിക്കൊന്ന് നോക്കിയടാ, എന്താ അവിടെ?
വർക്കിയുടെ പെറുക്കിയുടെ നീതി പാലിക്കുക. വർക്കിയുടെ പെറുക്കിയുടെ നീതി പാലിക്കുക. വർക്ക് നീതി പാലിക്കുക. വർക്ക് നീതി പാലിക്കുക. പെറുക്കിയുടെ നീതി പാലിക്കുക. വർക്കിയുടെ പെറുക്കിയുടെ നീതി പാലിക്കുക. ആ ഇത് നമ്മുടെ കൊണത്താപ്പള്ളി മുതലാളിയുടെ അടുത്ത് കാശടിക്കാനുള്ള മാർഗമാണ്. വാ നമുക്കൊന്ന് ചെന്ന് നോക്കാം. നീ ഇവിടെ കിടക്കണ എന്തിനാന്ന് നിനക്കറിയാവോ? ഇല്ല. നീ വല്ലപ്പോഴും ഞങ്ങളുടെ വണ്ടി പണിക്ക് വന്നോണ്ടിരുന്നവനല്ലേ? നീയാണോ ഇവിടെ മുതലാളിക്കെതിരെ സത്യാഗ്രഹം കിടക്കണത്? എന്റെ ശശി, ഒന്നോ രണ്ടോ മലയാളം വാക്ക് മുക്കി മൂലും പറയുന്ന അവനോട് നീ ഈ നീളമുള്ള ഡയലോഗ് വെച്ച് കാച്ചണം. നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അരെ ബായ് ഏ ബസ് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എന്റെ കൊണത്താപ്പള്ളി വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ഇനിയും ഒരാഴ്ച പിടിക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതെ, നിങ്ങൾ എപ്പോ വേണമെങ്കിലും വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണ്ടേ? ജോലിയാ? പിന്നല്ലാതെ ഇതുപോലുള്ള അവസരങ്ങളിലാണ് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത്. അതും മുടക്കാൻ വന്നാലുണ്ടല്ലോ. അതിന് ആര് മുടക്കാൻ വന്ന്? പിന്നെ ഞങ്ങളുടെ സമരപഠനെ വിളിച്ച് മനസ്സ് മാറ്റാൻ നോക്കിയതാ. സമരപഠന? അതും ഈ ബംഗാളിയാ? ബംഗാളിയാണേലും നേപ്പാളിയാണേലും ഞങ്ങളുടെ പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സമരപഠന. ഇവൻ നിങ്ങളുടെ പാർട്ടി ചേർന്ന? അരെ ബായ് തൂ ഇധർ പാർട്ടി മേ ചേർന്നാ അത് ശരിയാക്കാം. ചലോ ചലോ. ഞാനിപ്പ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമാണ്. അല്ല, നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്താൽ? സമരഭൂമിയിൽ വന്ന് സമര നേതാവിനോട് കോംപ്രമൈസ് ഒന്നും എത്ര കിട്ടും? എത്ര രൂപ കിട്ടും? അത് മുതലാളിയായിട്ട് സംസാരിക്കേണ്ടി വരും. മുതലാളിയായിട്ട് സംസാരിച്ചോ? ഒരു 25 കിട്ടുകയാണെങ്കിൽ നമുക്കിത് കോംപ്രമൈസ്. 25-ാം തീയതി കോംപ്രമൈസ് ആക്കാം. 25-ാം തീയതിയല്ല, 25,000 രൂപ കിട്ടുകയാണെങ്കിൽ ഞാനത് കോംപ്രമൈസ് അല്ലേ വിട്ടേരി. ഇത് കൂടുതൽ ഞാൻ പിരിച്ചുണ്ടായിക്കോളാം. അല്ല, മുതലാളിയായിട്ടൊന്ന് ആലോചിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമാണെന്ന്. ഇതുകൊണ്ട് ഇവിടെ നിന്നില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറും, രൂപം മാറും. ദേശമംഗലം നിന്ന് കത്തും. ദേശമംഗലത്ത് ചോര പുഴയും. ചുമ്മാ അതൊരു രസം. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ പാർട്ടിക്കാരിവിടെ ഹർത്താൽ നടത്തുന്നത്? ഇതൊക്കെ ഒരു രസം. അങ്ങോട്ടൊന്നും പോകണ്ടെങ്കിലേ ഇതൊന്ന് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആവിട്ടോ ചെല്ലേ. ഈ തെണ്ടികളെ കൊന്നാലേ നാട് നന്നാവും. കൊല്ലരുത്. ഇവനെയൊക്കെ നേരെ പാകിസ്ഥാനിലേക്ക് വിടണം. ഇവനും നശിക്കും, ആ നാടും നശിക്കും. നമുക്ക് മുതലാളിയോട് 50 പറഞ്ഞാലാ? ശശി, നീ ഇത്രക്ക് ദുഷ്ടനാടാ. എടാ പെര കത്തുമ്പോ തന്നെ വാഴ വെട്ടണോടാ. 50 വേണ്ട, 30 മതി. വർക്ക് നീതി പാലിക്കുക. വർക്കിയുടെ പെറുക്കികൾ നീതി പാലിക്കുക. ബസ് നിരത്തിലിറക്കുക. വർക്ക് നീതി പാലിക്കുക. ജഗ 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 പുഞ്ചിരി ട്രാവൽസ്. ജഗ 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 പുഞ്ചിരി ട്രാവൽസ്. എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടോ നോക്കട്ടെ. ചേച്ചി ഇവിടെ കണ്ട പോവാണല്ലോ. എന്തോ പന്തികേടോ. അല്ല ചേച്ചി ഇതെങ്ങോട്ടാ? വല്ല ധ്യാനത്തിന് പോവാണോ? ധ്യാനത്തിന് കൊണ്ടോണ്ടേ നിന്റെയൊക്കെ മുതലാളിയാ. എന്തോ പ്രശ്നമുണ്ട്. എന്താ ക്ലാര ചേച്ചി പ്രശ്നം? മുതലാളി? ഓ മുതലാളി. അയാൾ എന്നാ മുതലാളിയായത്? എന്റെ അപ്പന്റെ ബസ് കിട്ടിയ പിന്നല്ലേ. എന്നിട്ടിപ്പോ അയാൾക്ക് എന്നെ വേണ്ടാന്ന്. എന്റെ കൂട്ടുള്ള പൊറുതി മടുത്തെന്ന്. അയ്യേ അയ്യയ്യേ, ചേച്ചി ഇങ്ങനെ കരഞ്ഞാലോ? മുതലാളി വല്ല തമാശയും പറഞ്ഞതായിരിക്കും. പിന്നെ പൊറുതി മടുത്തു എന്ന് പറയുന്നല്ലേ തമാശ? അതിപ്പോ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കുള്ളൂ. ചേച്ചി പറഞ്ഞെന്ന് വെച്ച് ചേച്ചിക്ക് പറയാനുള്ള അവകാശമുള്ളതുകൊണ്ടല്ലേ ചേച്ചി പറയുന്നത്. മോശമായി പോയി. എന്ത് മോശം? നിനക്കെന്താ കാര്യം? നിനക്കെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് കാര്യമുണ്ട്. എന്താണ്? അല്ല മുതലാളി, ചേച്ചി വഴക്കിട്ട് പോണ്. എടാ, അവളൊരു നല്ല കാര്യത്തിന് പോണല്ലേ, നിങ്ങളായിട്ടത് മുടക്കല്ലേ. കേട്ടാ പറഞ്ഞത് കേട്ടാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. നമുക്ക് കോടതി വെച്ച് കാണാം. മാറിക്കണം അവിടുന്ന്. എന്താ മുതലാളി, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അല്ല മുതലാളി, എന്താണിത്? എന്താ പ്രശ്നം? എനിക്കറിയാൻ മേലെ ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന്. വിഗ്രഹം മോഷിച്ചെന്ന് പറഞ്ഞത് പോലീസുകാർ പിടിക്കണം, ബസ് കട്ടപ്പുറത്ത് കയറണം. ദേ ഇപ്പൊ വീടിന് മുന്നിൽ സമരക്കാര്. എനിക്കറിയാൻ പാടില്ലേ. കണ്ടക ശരിയാണ്. കണ്ടില്ലേ, നമ്മുടെ മണിയാശം ബാധ ഒഴിപ്പിക്കാൻ പോയിട്ട് എന്തോ കണ്ട് പേടിച്ച് ബോധം കിട്ട ആശുപത്രി കിടക്കണ. ഷോക്ക് കൊടുക്കണോന്നാ. ഇത്രയും ധൈര്യത്തിലേക്ക് എന്തിനാ വെറുതെ ബാധ ഒഴിപ്പിക്കാൻ പോണത്? ചുമ്മാ തട്ടിപ്പ്. മണിയാശാനൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ ജോത്സ്യവും പൂജയും കട്ടകാലം എന്നൊക്കെ പറഞ്ഞാലേ ഉള്ളത് തന്നെ.
ഇപ്പൊ തന്നെ കണ്ടില്ലേ മുതലാളിക്ക് കഷ്ടകാലം വന്നത്, സ്വന്തം ഭാര്യ വരെ വണങ്ങിപ്പോയി. അത് കഷ്ടകാലത്തിൽ പെടുത്തണടാ, നല്ല കാലത്തിൽ പെടുത്തിയ പോരെ. പക്ഷെ ചേച്ചി കൊണ്ട കേസ് കൊടുത്താൽ അത് കഷ്ടകാലായില്ലേ? അത് ശരിയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നോക്കിക്കണം. അതിപ്പോ അങ്ങനെയൊക്കെ ഉണ്ട് മുതലാളി. നമ്മുടെ പ്രഭാരം കോൺട്രാക്ടറെ ബിസിനസ് ആകെ പൊട്ടി പൊളിഞ്ഞു നിന്നപ്പോ പോയി ജോൾസിനെ കണ്ട് പ്രതികാരം ചെയ്യിച്ചതാ. പ്രതികാരോ? ആ, പ്രതിവിധി. എന്ത് വിധിയാണേലും ഇപ്പൊ പുള്ളിയുടെ പ്രശ്നമൊക്കെ മാറി, ആള് സൂപ്പർ. ശരിയാണ് മുതലാളി, നമുക്കൊന്ന് നോക്കിക്കണം. നോക്കണോ? പക്ഷെ നമ്മുടെ മണിയനെ കുട്ടുള്ള തട്ടിപ്പുകാരൊന്നും വേണ്ട. എന്നാ തിരുപ്പുറത്ത് ഒരാളുണ്ട്, ഞാൻ നോക്കിച്ചതാ. ജോത്സ്യം നോക്കിയിട്ടുണ്ടോ നീ? ജോത്സ്യമല്ല, ജോത്സ്യന്റെ മോള് ജോത്സ്യനെ നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. അപ്പ പെണ്ണ് കണ്ടു കാണൂല. ഏയ്, നട്ടുച്ച സമയത്ത് ഞാൻ കണ്ടല്ലോ. എന്നാ നീ വല്ല നേടാന്ന് കരുതി കാണും. നിന്നെടാ. അതൊന്നും വേണ്ട. ചിറ്റേത്തുകരയില് ഒരാളുണ്ട്, ബഹുകേമൻ, 10 തലയാ, രാവണൻ. ശശിയെ, നീ എന്താണ് മണിച്ചിത്രത്താഴ് കളിക്കണ? ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞു. നല്ല ആളാ. എന്നാ ഇനി നമ്മളൊന്നും നോക്കുന്നില്ല, മുതലാളിനെ കൊണ്ട് നേരെ അയാളുടെ അടുത്തേക്ക് പോകുന്നു. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ഒരു ജോത്സ്യനെ തപ്പി നാടായ നാട് മുഴുവൻ നടന്നു. ഈ ശശി എല്ലാത്തിനും കാരണക്കാരൻ. ഇതെന്താണോ ഓട്ടം തുടങ്ങിയിട്ട് കുറെ നേരമല്ല. ഈ ശ്രീധരപ്പണിക്കർ ഇത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഡ്രൈവറേട്ടാ, ആ ജംഗ്ഷനിൽ ഒന്ന് വണ്ടി നിർത്ത്, നമുക്ക് ആ കടകൾ ഇറങ്ങി ചോദിക്കാം. കിട്ടാത്ത ജോത്സ്യനാണാടാ ഇവിടെ. എടാ രായപ്പാ, നമുക്ക് ആ ജംഗ്ഷനിലെ കടയിൽ ഒന്ന് ചോദിക്കാം. ശരി വാ. ഇറങ്ങ് ചെന്ന് ചോദിക്ക്. മനുഷ്യനെ വെറുതെ വിനക്കെടുത്താനായിട്ട്. ഇവിടെ ചോദിക്കാം. ചേട്ടാ, ആ ജോത്സ്യൻ ശ്രീധരപ്പണിക്കരെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, കണ്ടില്ലല്ലോ. കണ്ടില്ലല്ലേ? ഇല്ല, കണ്ടില്ല. ഇപ്പൊ എന്ത് ചെയ്യും? പുള്ളിക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു ഇവിടെ കാണുമെന്ന്, അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കിയത്. നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഈ ജോത്സ്യൻ ശ്രീധരപ്പണിക്കരെ കണ്ടോ എവിടെയെങ്കിലും? പണിക്കര കണ്ടില്ലല്ലോ. ഇല്ല അല്ലേ? അതെ, ഞാനൊരു പണിക്കര, ഞാൻ നോക്കിയാ മതിയാ. പുള്ളി ഇത് പണിക്കരല്ലേ, 8ന്റെ പണിയാണ്. വേണ്ട, നമുക്ക് അവിടെ ചോദിക്കാം. മുതലാളി, എന്താടാ? തേടിയ വള്ളി കാലേ ചുറ്റി. നമ്മൾ തിരക്കിടന്ന ജോത്സ്യൻ ശ്രീധരപ്പണിക്കർ നമ്മുടെ ജംഗ്ഷനിൽ നിൽക്കണ്. ചേട്ടാ, വണ്ടി നിർത്ത്. ഇനി നമ്മളെ തിരക്ക് പുള്ളി ദേശമംഗലത്തേക്ക് വന്നതാണെങ്കിലോ? വണ്ടി നിർത്തിയേട്ടാ. നിർത്താവേ. കയ്യോടെ നോക്കണം, എന്നാലേ മുതലാളിക്ക് രക്ഷയുള്ളൂ. നീ വേഗം ചെല്ലി. ജോത്സ്യൻ എന്താണ് ഇവിടെ? ഞങ്ങൾ ജോത്സ്യരെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അവസാനം ചുറ്റിത്തിരിഞ്ഞ് ജോത്സ്യൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിൽക്കണം. ജോത്സ്യൻ എന്താ ഇവിടെ? നാട്ടിൽ എന്നെ കാണാൻ സാധിക്കില്ല. എന്താ കാണാത്തത്? ഭാര്യ പിണങ്ങിപ്പോയി, മകളാണെങ്കിൽ വേറെ ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, മകനാണെങ്കിൽ മാനസിക വിഭ്രാന്തി. അല്ല, അതിനെന്താ ഇവിടെ നിൽക്കണത്? ഇവിടെ എവിടെ ഒരു ജോത്സ്യൻ ഉണ്ടെന്ന് പറയണ കേട്ടു. ജോത്സ്യനാ? ആ, ഈ ചുട്ട കോഴിയെ പറപ്പിക്കണ മറ്റോ അങ്ങനത്തെ ഒരു മണിയനാശാനെന്ന് പറ്റിയ പേര്. പുള്ളി ബസ്സിലെ ഡ്രൈവറാ. ബസ്സിലെ മുതലാളിക്ക് പിടികിട്ടിയ നമ്മുടെ വണ്ടി ഓടിക്കണം മണിയനാശാൻ. നമ്മുടെ ബസ്സിലെ ഡ്രൈവറില്ലേ മണിയനാശാൻ. ഇതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി? പേരെടുക്കാൻ വന്ന വയറ്റാട്ടി ഇരട്ട പറ്റ്. ഇതാണ് പറയുന്നത്, നമുക്ക് ആദ്യം നമ്മളിൽ സ്വയം വിശ്വാസം വേണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ്, കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാ പിലതാക്കണ കൂട്ടം, കൊല്ല കൊല ചെയ്യും പലരുണ്ട്.